എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ചിങ്ങലഗ്നത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പൊതുവെ 5-ാം ഭാവാധിപതി ചില ലഗ്നങ്ങൾക്ക് 5ഉം 8ഉം കണക്ഷൻ വരും. ചിലർക്കത് വളരെ ശ്രദ്ധിച്ച് പൊരുത്തം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചിങ്ങലഗ്നത്തിനെ നോക്കുമ്പോൾ 5-ാം അധിപതി തന്നെ 1, 2, 3, 4, 5 ഗുരുവല്ലേ. ഈ ഗുരു തന്നെയാണ് 8ന് വരുന്നത്. അപ്പം 5ഉം 8ഉം ഗുരുവായിട്ട് തന്നെ വരും. അതേപോലെ കുംഭലഗ്നത്തിലും 5ഉം 8ഉം അധിപതി ഒരാളാണ്. അതായത് 1, 2, 3, 4, 5 ബുധനാണ് 5ൻ്റെയും 8ൻ്റെയും അധിപതിയായിട്ട് വരുന്നത്. അപ്പം ഈ ലഗ്നങ്ങൾക്ക് രണ്ടുപേർക്കും ഈ 2 ലഗ്നങ്ങളെയും തമ്മിൽ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് ശരിക്കും ബേസിക്, അത് അടിസ്ഥാനമായിട്ട് അവർക്ക് 5-ാം അധിപതി 5ഉം 8ൻ്റെയും ആധിപത്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ലഗ്നങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ലഗ്നങ്ങൾ തമ്മിൽ ഓരോന്നും പരസ്പരം പൊരുത്തപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം 5ൻ്റേത് അതായത് നമുക്കിപ്പോൾ പുത്ര ശോകം, പുത്ര ദുഃഖം, ഇങ്ങനെ നമ്മൾ എന്താ പറയുക പല തരത്തിൽ പറയുന്നുണ്ട്. കുട്ടികൾ കിട്ടാനുള്ള ഒരു വിഷമം, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരവസ്ഥ, കുഞ്ഞ് ജനിച്ച ശേഷമുള്ള ഒരു ബുദ്ധിമുട്ട്, നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ 5-ാം ഭാവത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വിവാഹ പൊരുത്തം എന്നുള്ളത് ചേർക്കുന്ന രീതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പൊതുവെ വിവാഹ പൊരുത്തം എന്നുള്ളത് ഏതു ഒരു പഴയ ടെക്സ്റ്റിൽ നോക്കിയാലും കാണില്ല. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല വിവാഹം പൊരുത്തപ്പെടുത്തി തന്നെ തീർച്ചപ്പെടുത്തണം എന്നുള്ളത്. ഒരു സ്ഥലത്തും അടിസ്ഥാനമായിട്ട് ഒരു ബുക്കിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടെയുള്ള കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പൊരുത്തം നോക്കിയുള്ള വിവാഹം നടക്കുന്നത്. ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ കൂടി പാരൻസ് കൊണ്ടുവരുന്നുണ്ട് ഇത് ശരിയായി ചേരുമോ എന്നുള്ളത്. പക്ഷെ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമില്ലെങ്കിലും പേരൻസ് ഈ ജാതകങ്ങൾ തമ്മിൽ ശരിയാവോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തരത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ എല്ലാ ലഗ്നവും ചേർക്കാം, അല്ലെങ്കിൽ എല്ലാ നക്ഷത്രങ്ങളും ചേർക്കാം എന്ന് പറയുന്നില്ലേ. അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചേർക്കാതെ മാറ്റി ചേർക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അടിസ്ഥാനമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ലഗ്നങ്ങൾ തമ്മിൽ ചേർക്കരുത് എന്നാണ് ഞാനത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പൊതുവേ തന്നെ ചിങ്ങലഗ്നത്തിന് നമ്മളെ പറയും നല്ല ഒരു അധികാരം, അല്ലെങ്കിൽ ഗൗരവം, മറ്റുള്ളവരെ മുന്നിൽ ഒരു തോറ്റു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരു ഇത്, മല, ഗുഹ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സൂര്യൻ്റെ രാശി ആയതുകൊണ്ട് ആ സൂര്യനെ എന്തൊക്കെയാണ്, കാരണം ദാനം, ധർമ്മം, ദയ, പുണ്യം, ഇങ്ങനെയൊക്കെ ഉള്ളത് സൂര്യനെ കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ ദാനം എന്ന് പറയുമ്പോൾ സൂര്യന് പാരപക്ഷമില്ലാതെ, അതിൽ പക്ഷഭേദമില്ലാതെ നമുക്ക് വെളിച്ചം തരുന്നത് അല്ലേ. അപ്പോൾ അവിടെ പാവങ്ങളെന്നോ പണക്കാരെന്നോ അല്ലെങ്കിൽ അളവ് കൊടുത്തോ അളവുകൾ അളന്നോ അങ്ങനെയൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു സൂര്യൻ, അല്ലെങ്കിൽ 7ൽ തന്നെ നിൽക്കുന്നു എന്നെങ്കിൽ നല്ല ഒരു ഫലങ്ങളാണ് നമുക്ക് തരുന്നത്. പക്ഷെ അത് നമുക്ക് വിവാഹ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നേക്കാം. പരസ്പരം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതും ഒരു കാരണം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിങ്ങലഗ്നത്തിന് പൊതുവെ നമ്മൾക്കിപ്പോൾ നോക്കുമ്പോൾ അഷ്ടമാധിപതി പോയി 8ൽ നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ഞാനൊരു വെറുതെ ഒരു ജാതകം പോലെ ഒന്ന് പറയുകയാണ്. കാരണം ആരുടെയും ജാതകങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് പറയാറില്ല. കാരണം അതെനിക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ആ ജാതകത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അതിനേക്കാളും വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മളെക്കാളും അല്ല എന്നെപ്പോലെ ഉള്ള ആൾക്കാരെക്കാളുമൊക്കെ അറിവും ബോധവും നല്ല പാണ്ഡിത്യമുള്ള ഒരുപാട് അസ്ട്രോളജേഴ്സ് കാണും. അവരൊക്കെ ഇത് മനസ്സിലാക്കുമ്പോൾ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരാളിൻ്റെയും ജാതകം വെളിയിൽ പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 1-2 ഗ്രഹങ്ങൾ വെച്ച് എന്തെങ്കിലും പറയുമെന്നല്ലാതെ ഒരു ജാതകവും മുഴുവനായിട്ട് ഇട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാത്ത കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കിക്കളയും.
അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ജീവിതമാണത്. നമ്മൾ ജനിച്ച സമയം മുതൽ അവസാന കാലം ആ ശ്വാസം പോകുന്നവരേക്കുമുള്ള ഒരു കാര്യമാണ് ഈ ജാതകം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതം തന്നെയാണ്. അതിൽ ഒരുപാട് സീക്രട്ടുകൾ കാണും, അവരുടെ പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും, തലമുറയായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാണും, വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ളതും എല്ലാം കാണും. അപ്പം അതൊക്കെ നമുക്ക് പബ്ലിക്കായിട്ട് പറയുന്നതിൽ അത്ര ഒരു യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ജാതകവും ഫുള്ളായിട്ട് ടൈമിംഗ് ഒക്കെ വെച്ചിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പം ഞാനിപ്പോൾ പൊതുവെ ചിങ്ങലഗ്നം എന്ന് പറയുമ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഞാൻ ആൻസർ ചെയ്യണം. ചിങ്ങലഗ്നം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലഗ്നാധിപതി പോയി മറഞ്ഞു നിൽക്കുകയാണ് 8-ൽ 1, 2, 3, 4, 5, 6, 7, 8 മറഞ്ഞു നിൽക്കണം എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് തോന്നാൻ വേണമെങ്കിൽ നിഗൂഢമായ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിങ്ങലഗ്നമായതുകൊണ്ട് അതിൻ്റേതായ ഗാംഭീര്യം, ഒരു എന്താ പറഞ്ഞ ഒരു അഹങ്കാരം, ഞാനെന്ന ഒരു ഭാവം, എന്നെ പോലെ പെർഫെക്റ്റായിട്ട് ആരുമില്ല എന്നൊരവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൻ്റെ രീതിയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിങ്ങലഗ്നത്തിന് പറയാം. പക്ഷേ ലഗ്നാധിപതി പോയി 8-ൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിക്കേണ്ടത്, ലഗ്നാധിപതി 8-ലോട്ട് പോയാലും അഷ്ടമാധിപതി 8-ൽ വന്നാലും, മനസ്സിലായില്ലേ, ലഗ്നാധിപതി 8-ൽ പോയി നിന്നാലും ആ 8-ൻ്റെ അധിപതി ലഗ്നത്തിൽ നിന്നാലും ഒരു പ്രശ്നമാണ് അവിടെ പറയേണ്ടത്. ലഗ്നത്തിന് ആ 8-ാം അധിപതി നിൽക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് പറയണം. അതേപോലെ ലഗ്നാധിപതി പോയി 8-ൽ നിൽക്കുമ്പോഴും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും പറയണം. അത് അവിടെ ഒരു നല്ലതായിട്ടല്ല, കുറച്ചൊരു ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞു തന്നെ ആകണം. കാരണം എന്താ പറയുക, ലഗ്നാധിപതി 8-ലാണ് മറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവരാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ എവിടെയെങ്കിലും റൂമിലൊക്കെ അടഞ്ഞു പോകാം, ലോക്കായി പോകാം, ലിഫ്റ്റിലൊക്കെ ചെന്ന് അടഞ്ഞു പോകാം. ലിഫ്റ്റ് ചിലപ്പോൾ തുറന്നിടുന്ന ലിഫ്റ്റിൽ അറിയാതെ പോയി കയറി കഴിഞ്ഞെങ്കിൽ അടഞ്ഞു പോകും. അല്ലെങ്കിൽ ലിഫ്റ്റിൽ അവർ കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ആളൊക്കെ കൂടെ വേണം. കാരണം എപ്പോഴും ലഗ്നാധിപതി 8-ലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഗോഡൗണിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ പോകുമ്പോൾ, ടണലിൽ പോകുമ്പോൾ, ഗുഹയ്ക്കുള്ളിൽ പോകുമ്പോൾ, ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ഉള്ളിലൂടെ ഇങ്ങനെ പാതാളത്തിലൂടെ നടന്നു പോയി മേലെ വരുന്ന എന്തൊക്കെ ഓരോ അമ്പലങ്ങളുണ്ട് ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഇവർക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ അഷ്ടമാധിപതി 8-ലാണ് എന്നുള്ളൊരു ബോധം. ലഗ്നാധിപതി അഷ്ടമാധിപതി ലഗ്നത്തിലാണ്, അതേപോലെ അഷ്ടമാധിപതി ലഗ്നത്തിലും ലഗ്നാധിപതി അഷ്ടമത്തിലും. ഇത് രണ്ടും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നല്ലതാണെന്ന് എടുക്കണ്ട, ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തന്നെ ആകണം. അപ്പോൾ ഒരു പക്ഷേ ഈ 8-ൽ മറവും, പക്ഷെ ഈ സൂര്യനെ തന്നെ നമുക്ക് മകനായിട്ടും മൂത്ത മകനായിട്ടും അച്ഛനായിട്ടും മൂത്ത മകനായിട്ടും ഒക്കെ നമുക്ക് പറയാം. ലഗ്നാധിപതിയാണ്, പക്ഷെ സൂര്യൻ്റെ കാരകത്വം എന്ന് പറയുമ്പോൾ മൂത്ത മകനെയും കുറിക്കും. അപ്പം ഇവരിങ്ങനെ ഒരു പക്ഷേ ഹസ്ബൻഡിൻ്റെ വൈഫൊക്കെ നല്ല ഐക്യമായിരിക്കും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ആൺകുട്ടികളുമായിട്ട് ഇവരിങ്ങനെ ബൈക്കിലോ കാറിലോ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം പുത്ര 5ഉം 8ഉമാണ് അധിപതി. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ലഗ്നത്തെ എടുക്കുന്നത്. അപ്പം ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് കുട്ടികളെ പറ്റിയുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, 5ഉം 8ഉം എന്നുള്ളത്. ഒരു അബോർഷൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ദുഃഖം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത്. അപ്പം ഈ ലഗ്നാധിപതി 8-ൽ മറഞ്ഞത് കൊണ്ടും സൂര്യൻ്റെ മറവ് കൊണ്ടും ഇവർ ആൺകുട്ടികളുമായിട്ട്, പൊതുവെ മൂത്ത മകനാണ് പറയുന്നത്, അപ്പം അങ്ങനെ മൂത്ത മകനുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാം എന്നുള്ളത് ഇവിടെ നമുക്ക്, ഇതൊക്കെ വെറുതെയാണ്, ഇതിൽ ആരുടെ ജാതകവും അല്ല, അത് വെറുതെ ഞാൻ പറയുകയാണ്. അതേസമയം ഇപ്പോൾ ഇവിടെ ലഗ്നത്തിൻ്റെ ഇപ്പോൾ ഒരു പക്ഷേ ചന്ദ്രൻ അവരുടെ ഏതൊരു നക്ഷത്രം കാണും, ഉത്തരം, അത്തം, ചിത്ര, ഇതിലേതെങ്കിലും ഒന്നിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ഈ ചന്ദ്രൻ നിൽക്കുന്നത് സൂര്യനും ചന്ദ്രനും നേരെ എതിർവശത്താണ് നിൽക്കണം, അല്ലെ രണ്ടുപേരും. അപ്പോൾ ഇത് ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം പൗർണമിയിലുള്ള ജനനം, അല്ലെങ്കിൽ അത് കുറച്ച് നോക്കണം, ഡിഗ്രിയൊക്കെ വെച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പൗർണമി എന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ലതാണ്. സൂര്യൻ നോക്കുന്നു ചന്ദ്രനെ, ചന്ദ്രൻ നോക്കുന്നു സൂര്യനെ എന്ന് പറയും. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇവിടെയാണ് ബാധകാസ്ഥാനം എന്ന് പറയുന്നത്. അതായത് മീനത്തിൻ്റെ ബാധകം എന്നുള്ളത് കന്നിയും, കന്നിയുടെ ബാധകം എന്നുള്ളത് മീനവും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും ജാതകത്തിൽ അമ്മയെയും അച്ഛനെയാണ് കുറിക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ പിരിഞ്ഞിരിക്കാം, ജോലിപരമായിട്ട് പിരിഞ്ഞിരിക്കാം, അല്ലാതെ തന്നെ പിരിഞ്ഞിരിക്കാം, നഷ്ടമായിരിക്കാം ഒരാൾ, അതിനെപ്പറ്റിയുള്ള ദുഃഖമായിരിക്കാം, അതിന് വേറെ ഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കിവിടെ പറയാം. ഏത് ജാതകം കണ്ടാലും നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഇപ്പം ലഗ്നാധിപതി ഇവിടെ ലഗ്നത്തിൻ്റെ ഇതാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടത്. അപ്പം ലഗ്നാധിപതിക്ക് അടുത്ത് ഇപ്പം ഇവിടെ ചിലപ്പോൾ ചൊവ്വ നിൽക്കാമെന്ന് വെച്ചോളൂ. ചൊവ്വയാണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിലും ഈ ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പം നമുക്ക് ഇവരെ ടീച്ചറായിട്ട് എടുക്കാം. ഇപ്പം ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാം. വേറെയും പല കാര്യങ്ങളുണ്ടെങ്കിലും ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാം. അതേപോലെ ലഗ്നാധിപതിയുടെ അടുത്തും ചൊവ്വ. അപ്പം ഇത് രണ്ടും നോക്കണം, എവിടെയാണ് ചൊവ്വ നിൽക്കുന്നു എന്നുള്ളത് നോക്കണം. ചൊവ്വ ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ ചൊവ്വ നമുക്ക് ലഗ്നത്തിൻ്റെ നോക്കുമ്പോൾ ലഗ്ന വരിയും എടുക്കാം. ലഗ്നാധിപതിയുടെ 2ലും ചൊവ്വ നിൽക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകിൽ ഇവർ സംസാരിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ ദേഷ്യത്തിലും വഴക്കു പറയുന്നതിലും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്നതും. ഈ ചൊവ്വ എങ്ങനെയാണ്, എന്ത് പറയണമെന്നൊന്നും ആലോചിക്കില്ല. ആരെയും എന്തും ധൈര്യമായിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാകും. അപ്പോൾ ലഗ്നത്തിൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെക്കാളും ലഗ്നാധിപതിയുടെ 2ൽ ചൊവ്വ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇവർ വായി തുറക്കുന്നതേ ചിലപ്പോൾ മറ്റുള്ളവരെ ശകാരിക്കാനും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനും ഒക്കെ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ജാതകത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഇതൊരു അത്തം നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ചന്ദ്രൻ അത്തം നക്ഷത്രത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു കാര്യവും അവർ മനസ്സിലാക്കില്ല. അത്തം കൈകളാണ്. കൈകൾ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത്തം സൂചിപ്പിക്കുന്നു. അതുപോലെ പുത്ര ദുഃഖം, പുത്രന്മാരെ കൊണ്ടുള്ള കഷ്ടം, കുട്ടികൾ ജനിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ അത്തം നക്ഷത്രം പറയുന്നുണ്ട്. ഈ നക്ഷത്രങ്ങൾക്കുള്ള ബലമില്ല അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിന്ന് ഇതെനിക്ക് 1-2 ക്വസ്റ്റ്യൻ വന്നതാണ്. മാഡം ചിങ്ങലഗ്നത്തിനെ പറ്റി പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഈ അത്തം നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നുവെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ തന്നെ എന്തൊക്കെ പോയി പഠിച്ചാലും അതിനെ പൂർത്തീകരിക്കാം അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പൂർത്തീകരിക്കാതെ പകുതി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം അറിയുന്ന പോലെ ഒന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാവും. പല കാര്യങ്ങളും പഠിക്കാൻ ചെല്ലും, പക്ഷെ അത് പൂർണ്ണമാക്കില്ല. അങ്ങനെ ഒരു അത്തനക്ഷത്രത്തിനൊരു ചെറിയ ഒരു കുറ്റം കാണുന്നുണ്ട്. അപ്പം അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളും എങ്ങനെയാണെന്നനുസരിച്ച് ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ ഇപ്പം 7ാം അധിപതിയാണെങ്കിൽ ഹസ്ബൻഡിനെ കുറിക്കാം, അതുപോലെ 2ാമത്തെ കുഞ്ഞിനെ കുറിക്കാം. അപ്പം ഈ നമുക്കിപ്പോൾ ഈ ചൊവ്വയുടെ ആൾറെഡി ഈ ചിങ്ങലഗ്നത്തിന് തന്നെ പുത്രന്മാരുടെ ബുദ്ധിമുട്ടും കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എന്ത് തോന്നും, ചിലപ്പം ചൊവ്വയുടെ മേലെ ഗ്രഹങ്ങളിങ്ങനെ ശനി പോകുമ്പോഴോ അല്ലെങ്കിൽ രാഹു പോകുമ്പോൾ അല്ലെങ്കിൽ കേതു പോകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു എന്ന് പറയണം. അത് ഒരു വകയിൽ ഗോചരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഗ്രഹം നിന്നാൽ, കാരണം എന്തുകൊണ്ട് നമ്മളിപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയെക്കാളും ഞാൻ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനേക്കാളും അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യനെ എടുത്തതും കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം നക്ഷത്രം നിങ്ങൾക്ക് പണത്തിൻ്റെ നക്ഷത്രം പറയുന്നില്ലേ, പല നക്ഷത്രങ്ങളും ചേർക്കാൻ, എല്ലാ നക്ഷത്രങ്ങളും ചേർക്കാം. അങ്ങനെ നക്ഷത്രങ്ങൾക്ക് വ്യത്യാസമില്ല, ലഗ്നങ്ങൾക്ക് വ്യത്യാസമില്ല, ആർക്കും ആരെ വേണമെങ്കിലും ചേർക്കാമെന്ന് പറയുന്നില്ലേ. അത് അങ്ങനെയല്ല. അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്. കാരണം ചില ഗ്രഹങ്ങൾക്ക് ചില സ്വഭാവങ്ങളുണ്ട്, അതിൻ്റെ കാരകത്വത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. അതുപോലെ നക്ഷത്രങ്ങളിൽ നമുക്ക് 27 നക്ഷത്രങ്ങൾക്കും അതുപോലെ പല കാര്യങ്ങൾ. കാരണം ചില നക്ഷത്രങ്ങൾ പണത്തിനെ കുറിക്കുന്നതായിരിക്കും, ചിലർക്ക് പിളർന്നു പോകുന്ന നക്ഷത്രമായിരിക്കും, ചിലത് കട്ട് ചെയ്യുന്ന നക്ഷത്രങ്ങളായിരിക്കും, ചിലത് ഒന്ന് തൊട്ടാൽ പിളർന്നു പോകുന്നതാവാം. ലവ് അതിൻ്റെ നക്ഷത്രങ്ങളുണ്ട്.
പണത്തിൻ്റെ നക്ഷത്രങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങൾ പണത്തിന് നോട്ടമായിരിക്കും. നമ്മളെ ജാതകത്തിൽ കാണുമ്പോഴേ അറിയാം അവർക്ക് പണത്തിന് പണം അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ആ നക്ഷത്രം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡോക്ടർ ആകേണ്ട നക്ഷത്രങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ തരത്തിൽ എന്തൊക്കെയാണ് ഇതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ജാതകങ്ങളും എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ അത്ത നക്ഷത്രം അതിൻ്റേതായ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. അതുപോലെ ഉത്തരം നക്ഷത്രമായിരുന്നാലും ചിത്തിര നക്ഷത്രമായിരുന്നാലും ചില നക്ഷത്രങ്ങൾക്കെല്ലാം നമുക്ക് അതായത് അവരുടെ സ്വഭാവം അത് തന്നെ ആയിരിക്കും. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങളെ വച്ച് മാത്രം നമുക്ക് ചന്ദ്രനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ചന്ദ്രനെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അതെങ്ങനെ എടുക്കണം, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഈ വെറും ഗ്രഹങ്ങളും ഈ ഭാവങ്ങളും കൊണ്ടൊന്നും പൂർണ്ണമാകില്ല. അപ്പം ഞാനൊരു ജാതകത്തിനെ പറയാം. ഗവൺമെൻറ് ജോലിയെപ്പറ്റി ചോദിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അത് ആൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് ഒരു വീഡിയോ നോക്കിയാൽ മതി. ഇപ്പോൾ കർക്കിടക ലഗ്നം എന്ന് വെച്ചോളൂ. കർക്കിടക ലഗ്നത്തിന് ഇപ്പോൾ ഗവൺമെൻറ് ജോലി നമുക്ക് പറയാം. അപ്പോൾ ചൊവ്വ ഇവിടെ നിൽക്കുകയാണ് വെച്ചോളൂ. ഇപ്പോൾ ഈ കർക്കിടക ലഗ്നത്തിന് ചൊവ്വ 1, 2, 3, 4, 5 അഞ്ചാധിപതി 5, 6, 7, 8, 9, 10. അപ്പോൾ 10ഉം അധിപതിയാണ്. 5ൻ്റെയും 10ൻ്റെയും അധിപതി 2ൽ നിൽക്കുന്നു എന്നുള്ളത്. അപ്പം 2ൽ നിന്ന് നേരെ 8ലോട്ട് നോക്കും. മനസ്സിലായി? 1, 2, 3, 4, 5, 6, 7 ലഗ്നം വഴി നോക്കുമ്പോൾ 8. ഈ 8ലോട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന 2ഉം 8 കണക്ഷൻ വരുന്നതുകൊണ്ട് ഈ ചൊവ്വയുടെ വരുമാനമായിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ചൊവ്വ ഈ 2ൽ നിൽക്കുന്നു, 8ലോട്ട് ദൃഷ്ടിയുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഗവൺമെൻറ് വരുമാനമുള്ള ഒരു ജോലിയായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലഗ്നാധിപതിയെ നമ്മൾ നോക്കണം. എങ്കിലും ചിലപ്പോൾ ഈ ചൊവ്വ എന്താ പറയണ ഒരു ഗവൺമെൻറ്റിനെ കുറിക്കുന്നത് കൊണ്ട് ചൊവ്വയും സൂര്യനും മെയിനായിട്ട് വേണം. ഇപ്പം ചൊവ്വ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറഞ്ഞാൽ. പക്ഷേ രണ്ടും നമ്മൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ സൂര്യനും ഈക്വലി ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം, വെറും ചൊവ്വ മാത്രമല്ല. അപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടിട്ട് അല്ലെങ്കിൽ യൂണിഫോം പോലെയുള്ള ജോലികളിലേക്ക് കൂടുതൽ നമുക്ക് ഈ ചൊവ്വ സെക്യൂരിറ്റി മുതൽ വലിയ വലിയ ഹയർ ഒഫീഷ്യൽസ് വരയ്ക്കും നമുക്ക് ഈ ചൊവ്വയുടെ ആ യൂണിഫോമിൻ്റെ കാര്യം പറയാം. പക്ഷേ നമുക്ക് സൂര്യനെ മെയിനായിട്ട് വേണം. അപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സൂര്യനെയും കൂടെ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ജോലി എടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പം സൂര്യൻ ഇവിടെ നിൽക്കുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ സൂര്യൻ 3ലാണ് നിൽക്കണം. അപ്പോൾ 3ാം ഭാവമാണ് മിലിറ്ററി ആയിരുന്നാലും കൂടുതൽ, അതായത് പിന്നെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ ബൈക്ക് 2 വീലുള്ള സാധനങ്ങളാണ്. അല്ല പോസ്റ്റൽ 3ആണെങ്കിൽ പോസ്റ്റലാണ്. ഇങ്ങനെ ഒരുപാട് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ദൂരെ സഞ്ചരിക്കുന്നത്, ഒരുപാടല്ല 3ാം ഭാവമായിട്ട് അധികം പെട്ടെന്ന് അധികം ട്രാവൽ ചെയ്യാത്ത സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 3ാം ഭാവത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. പെട്രോളിൻ്റെ കാര്യം എല്ലാം ഈ 3ാം ഭാവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3ാമത്തെ മെയിനായിട്ട് മിലിറ്ററി പറയുന്നുണ്ട്. പണം ഒരു പക്ഷേ സൂര്യൻ ചിത്തിര നക്ഷത്രത്തിലാണെങ്കിൽ ചിത്തിര നക്ഷത്രം പണത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ ഈ അവർക്ക് വന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഗവൺമെൻറ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 3ാം ഭാവത്തിനും സൂര്യനെ വെച്ച് കണക്ട് ചെയ്യും. അപ്പോൾ സൂര്യൻ്റെ വീട്ടിലാണ് ചൊവ്വ നിൽക്കുന്നത്, 5ാം അധിപതി നിൽക്കുന്നത്. അതേസമയം സൂര്യൻ പോയി 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് നമുക്ക് ഈ സൂര്യൻ നിൽക്കുന്ന ചിത്തിര നക്ഷത്രം ട്രാൻസ്പോർട്ട് പറയാം. ചിത്തിര എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് പറയാം, പാലം കെട്ടുന്നത് പറയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പിന്നെ സൂര്യൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നതിനെ കൊണ്ട് പറയാൻ പറ്റും. അപ്പം അങ്ങനെ വേണം നമ്മൾ എടുക്കാം. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ ഈ ലഗ്നാധിപതി ഇവിടെ നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ലഗ്നാധിപതി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ലഗ്നത്തിൻ്റെ വഴിയാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. അത് എന്തായാലും ഒരു ഗവൺമെൻറ് ബന്ധം കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ജോലിക്കുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതേ സമയം ഇവർക്ക് ഈ ചന്ദ്രൻ
ഇവിടെ നിൽക്കുന്നു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അല്ലേ. അപ്പം ഈ ചന്ദ്രൻ്റെ അടുത്തുള്ള ഗ്രഹവും നമ്മൾ നോക്കണം, അതും ചൊവ്വയാണ്. അപ്പം ലഗ്നത്തിൻ്റെ വഴിയും ചൊവ്വയാണ് വരുന്നത്. ചന്ദ്രൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ അടുത്തതും ചൊവ്വയ്ക്കാണ്. അപ്പം ഇത് രണ്ടും, ഈ ചൊവ്വ എന്നുള്ളത് 10-ാം അധിപതിയും ആയതുകൊണ്ട് 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതുവഴിയുള്ള വരുമാനം. അപ്പം നമുക്കൊരു പൊരുത്തം വരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാം. അതുപോലെ ഇവിടെ ചുമ്മാ ഒരു കേതുവിനെ ഇട്ട് നോക്കൂ. ഇങ്ങനെ കേതുവിനെ ഇടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ചെറിയ പൊസിഷനിലായിരിക്കും ആദ്യം, ചെറിയ പോസ്റ്റിൽ വന്നിട്ട് എക്സാം എഴുതി ഒരു പക്ഷേ കേതു എന്ന് പറയുമ്പോൾ ചെറിയതേ പറയാനുള്ളൂ, ചെറിയ ജോലികളെ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. രാഹു എല്ലാം വലുതായിട്ട് കാണിക്കും, കേതു ചെറുതായിട്ട് കാണിക്കും. അപ്പം എന്താ പറയേണ്ടത്, ചന്ദ്രനോടൊപ്പം കേതു നിൽക്കുന്നത് കൊണ്ട് അത് വേറെ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ചെറിയ പോസ്റ്റിൽ വന്ന് അതിൽ നിന്ന് എക്സാമൊക്കെ എഴുതി വലിയ പോസ്റ്റിലോട്ട് എത്തുന്ന ഒരു ലെവലിൽ ചിലപ്പോൾ റിട്ടയർമെൻ്റ് ആകാം. വലിയ പോസ്റ്റിൽ പോയിട്ട് റിട്ടയർമെൻ്റ് ആകാം. കാരണം 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 9-ാം ഭാവത്തിനെ നോക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ 3-ാം ഭാവം എന്ന് പറയുന്നത് നമ്മളെ പരിശ്രമം കൊണ്ട് 9-ാം ഭാവം നേടിയെടുക്കുമെന്നുള്ളതാണ്. 9-ാം ഭാവത്തിൻ്റെ ഭാഗ്യത്തിനെ നോക്കുന്നുണ്ട്. നേരെ ഇവിടെ നിന്നുകൊണ്ട് 9-ലാണ് നോക്കുന്നത്. നമ്മുടെ ജാതകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ്. നിൽക്കുന്നത് ചിത്ര നക്ഷത്രം, പണത്തെ കുറിക്കുന്ന നക്ഷത്രം, പണത്തിൻ്റെ രീതിയിലുള്ള ചിലപ്പം ജോലിയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള റവന്യൂ, അങ്ങനെയുള്ള ഇൻകം ടാക്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് നേരെ എന്താ പറയുക 9-നെ നോക്കുന്നതുകൊണ്ട് എന്തായാലും ഒന്ന് തീരുമാനിച്ചാൽ അവരത് നടത്തിക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കും എന്നുള്ളതാണ്. 3-ാം ഭാവം മാറ്റത്തെ കുറിക്കുന്നതാണ്, പരിശ്രമത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ എപ്പോഴും ലഗ്നത്തിൻ്റെ 2ഉം നോക്കണം, അതേസമയം ലഗ്നാധിപതിയുടെ 2ഉം നോക്കണം. അപ്പോൾ ഈ 2 കണക്റ്റ്. ലഗ്നത്തിന് 2 ചൊവ്വ നിൽക്കുന്നുണ്ട്, ആ ചൊവ്വ തന്നെ സ്വന്തം വീട്ടിലോട്ട് നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെയും ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, 4-ാമത്തെ ദൃഷ്ടിയിൽ ചൊവ്വയുടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ, ഞാനിതൊക്കെ ചുമ്മാ വെറുതെ ഒന്നിട്ട് നോക്കിയതാണ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് ബന്ധം വരുന്നു. ഇപ്പോൾ 3-ൽ നിൽക്കുന്ന സൂര്യൻ നമുക്ക് മറവ് സ്ഥാനമാണ്, കിട്ടില്ല, ഗവൺമെൻറ് ജോലി കിട്ടില്ല എന്നുള്ളതല്ല. 3-ാം ഭാവത്തിൻ്റെതായ മിലിറ്ററി, മെയിനായിട്ട് മിലിറ്ററിയൊക്കെ പറയുന്നത് 3-ാം ഭാവമാണ്. അപ്പം അതുപോലെ ഗവൺമെൻറ് ജോലി, ചൊവ്വ എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ്. നമുക്കത് നോക്കണം. ചിലപ്പോൾ നമുക്ക് ടീച്ചറാവാം, പക്ഷെ മറ്റ് ഗ്രഹങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പറയാം. അപ്പം അങ്ങനെ നമുക്ക് എടുക്കും. പക്ഷേ ആ ചൊവ്വ 2-ൽ നിൽക്കുന്നുണ്ട്, 8-ൽ നോക്കുന്നുണ്ട്, വേറെ തരത്തിലുള്ള വിവാഹ പൊരുത്ത സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറയും. സംസാരിക്കുന്ന സ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ സംസാരം കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും. കാരണം പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾക്കൊരു എന്ത് പറയണമെന്ന് ആലോചിക്കാതെയൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാര്യങ്ങളെ എടുക്കുമ്പോൾ ലഗ്നത്തിൻ്റെ നോക്കണം, ലഗ്നാധിപതിക്ക് നോക്കണം. ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടതാണ്. ഈ ഒരു ജാതകം അല്ല, ജാതകമായിട്ടൊന്നും വന്നതല്ല, എനിക്കത് തോന്നിയതാണ്. കർക്കിടക ലഗ്നം പൊതുവേ ഏറ്റവും ബെസ്റ്റ് ലഗ്നം എന്ന് പറയുന്നത് കർക്കിടക ലഗ്നമാണ്. പക്ഷെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. 7-ാം ഭാവം ശനിയായിട്ട് വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഏറ്റവും നല്ല ജാതകം ലഗ്നം എന്ന് പറയുമ്പോൾ, രാശി എന്ന് പറയുന്നതും കർക്കിടകമാണ്. കാരണം 9-ാം അധിപതിയായ ഗുരു തന്നെ ഇവിടെ ഉച്ചനാകുന്ന ഒരു ഏറ്റവും ഭാഗ്യാധിപതിയല്ലേ. ഭാഗ്യാധിപതി ഉച്ചനാകുന്നത് കൊണ്ട് അത് കർക്കിടകത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അപ്പം ഇതുപോലെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിനാണെങ്കിലും ആ സൂര്യൻ എവിടെ നിൽക്കുന്നു, ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ലഗ്നാധിപതിയുടെയും അടുത്ത് എങ്ങനെയാണ് 2-ാം അധിപതി, അല്ലെ 5-ാം അധിപതി, 10-ാം അധിപതി, ഇവിടെയും 10-ൻ്റെ കണക്ഷൻ വരുന്നത്, ഇവിടെയും ആ ഒരു 10 ചൊവ്വയുടെ ഇത് വരുന്നത്. 5-ഉം 10-ൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ലഗ്നാധിപതിയുടെ അടുത്തും ചൊവ്വയുടെ ആ ചൊവ്വ തന്നെ ഇങ്ങോട്ട് നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം ഫലങ്ങൾ എടുക്കാൻ. അല്ലാതെ വെറുതെ ഒരു ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് മാത്രം, ഒരു ഗ്രഹത്തിനെ കൊണ്ട് മാത്രം ഒന്നും പറയരുത്. അത് ശരിയാവേ ഇല്ല, ഒരിക്കലും ശരിയാവില്ല. ഗവൺമെൻറ്റിനുമായിട്ട് ബന്ധം വരണമെങ്കിൽ ആ ചൊവ്വയ്ക്ക് സൂര്യനെ ആ നിൽക്കുന്ന വീട് ഓരോ ആ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഭാവമുണ്ട്. ആ ഭാവത്തിനനുസരിച്ച് വേണം നമ്മൾ പറയാൻ.
ഇപ്പം ചിത്രയാണെങ്കിൽ അവർക്ക് പണം സമ്പാദിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാന മാർഗമാണ്. അപ്പം അങ്ങനെ എടുക്കാം. പല പോസ്റ്റുകൾ, പല പല ചെറിയ ചെറിയ പോസ്റ്റിൽ ആദ്യമൊക്കെ ചെറിയ ജോലിയായിരിക്കും, പിന്നെ 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 ആയിരിക്കും സൂര്യൻ വലുതായിട്ട് കൊടുക്കും. കാരണം അവർ പരിശ്രമത്തിൽ കൂടെയാണ് അത് ആ പോസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ പദവി വരുന്നത് തന്നെ പരിശ്രമത്തിലൂടെയായിരുന്നു. ഇങ്ങനെയാണോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നമ്മളിപ്പോൾ ജാതകം നിങ്ങൾ ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇതിലാണ് ജോലി എന്നല്ല പറയേണ്ടത്. നിങ്ങൾ പരിശ്രമിച്ചാണ് ജോലി നിങ്ങൾ നേടുന്നത്. കാരണം അവർ അതിനുവേണ്ടി പരിശ്രമിക്കും. 3-ാം ഭാവം എന്നുള്ളതാണ് അവരുടെ ഹാർഡ് വർക്കിംഗ് പ്ലേസാണ്. അതുകൊണ്ട് അവർ അതിനുവേണ്ടി ശ്രമിച്ച് അത് കൈക്കലാക്കുമെന്നാണ് ഈ 3-ാം ഭാവം. അപ്പം നമുക്ക് 3-ാം ഭാവത്തിൽ സൂര്യനിരുന്ന 9-ലോട്ട് നോക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുമെന്ന് പറയാം. ഏത് ഗ്രഹമായി നിന്നാലും അത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു യോഗം നമുക്ക് വരും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ജാതകങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഇതിൽ നക്ഷത്രങ്ങൾ, ഏത് നക്ഷത്രം, ഇപ്പോൾ ഇവിടെയും ചിത്തിര, ചോതി, വിശാഖ ഈ 3 നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം ചന്ദ്രൻ നിൽക്കും. അതിൻ്റേതായ സ്വഭാവങ്ങൾ അവർക്ക് കാണും. ചന്ദ്രൻ്റെ നക്ഷത്രമാൽ അതുപോലെ ലഗ്നം, ഇവിടെ ഏത് പൂയം, പുണർതം, പൂയം, ആയില്യം, ഇത് ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു ലഗ്നം വരും. ആ ഒരു എന്താ പറയുക, ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പാദം വരും. അത് ആ നക്ഷത്രത്തിൻ്റെ അത്രയും സ്വഭാവം ഇവരുടെ ഉണ്ടായിരിക്കും. അപ്പം ഈ ലഗ്നത്തിൻ്റെ ഒരു ബിന്ദു, ചന്ദ്രൻ്റെ ഒരു പിന്നെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം, ഇത് തന്നെയാണ് ലഗ്നാധിപതിയും വരുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് കുറച്ച് അമ്മയും കൂടെ ചേർത്ത് പറയണം. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ഇവരുടെയും സ്വഭാവമായിരിക്കും. അമ്മയ്ക്കും കുറച്ച് സ്വഭാവങ്ങൾ കാണും. അമ്മ ചന്ദ്രൻ എന്നുള്ളത് കൊണ്ട് അമ്മയും കൂടെ നമ്മളത് കണക്കാക്കണം. പക്ഷെ ലഗ്നാധിപതിയെ ആയതുകൊണ്ട് ആ ലഗ്നാധിപതിയുടെ സ്വഭാവം എടുക്കണം. അപ്പോൾ ചന്ദ്രൻ്റെ അമ്മയുടേതും കാണും, ചന്ദ്രൻ നമ്മുടെ നക്ഷത്രത്തിൻ്റെതും കാണും. ലഗ്നാധിപതിയുമായി ചന്ദ്രൻ വരുന്നതുകൊണ്ട് ഇതെല്ലാം ഈ നക്ഷത്രങ്ങളെ മൊത്തം നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ജാതകത്തിൽ എങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നു, ആ ഗ്രഹങ്ങളുടെ നോക്കുന്ന ഗ്രഹങ്ങളുണ്ട്, അതുപോലെ നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്. നിങ്ങൾ നക്ഷത്രങ്ങൾ മനസ്സിലാക്കാതെയും രാഹു കേതുക്കളെ ഒന്നും മനസ്സിലാക്കി ഇല്ല എങ്കിൽ നമുക്ക് ജാതകത്തിൽ പകുതിയേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വരുന്നവരോട് ചോദിക്കണം, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചിട്ട് അതുപോലെ ഈ ഗ്രഹങ്ങളെ നമ്മുടെ ജാതകത്തിൽ, അവരുടെ ജാതകത്തിൽ കാണുമല്ലോ, അതിനനുസരിച്ച് ഒപ്പിച്ച് പറയില്ലേ. ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് കിട്ടും, അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് കിട്ടും, പിന്നെ ഗുരു ഉച്ചനായതുകൊണ്ട് ഉയർന്ന പദവി കിട്ടും, ഇങ്ങനെയൊക്കെ അല്ല പറയേണ്ടത്. അപ്പോൾ അല്ലാതെ അത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, നക്ഷത്രങ്ങളെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കാതെ നമുക്ക് ജാതകത്തിൽ ഒന്നും മുന്നോട്ട് പോകില്ല. ആ ലഗ്നബിന്ദു മെയിനാണ്, റോളാണ്. നമ്മുടെ ആത്മാവ് തന്നെ അതാണെന്ന് പറയാം. അങ്ങനെ നമ്മൾ അതിനെ എടുത്തു വേണം പറയാം. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു ജാതകം ഇത് ഇത്രയുമേ വന്നിട്ടുള്ളൂ. ഒരു ലഗ്നവും ലഗ്നാധിപതിയുടെയും ഈ ഒരു ഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാം. അതുപോലെ ചന്ദ്രനും കേതുവും നിന്ന് കഴിഞ്ഞാലും നമ്മളെ ഫാമിലിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏത് ഗ്രഹം രാഹുവിലൂടെ കേതുവിലൂടെ ചേരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പറയണം. അപ്പം എല്ലാം അതുപോലെ പാപകത്രി യോഗമുണ്ട്. രണ്ടിൻ്റെ നടുവിൽ ഒരു ഗ്രഹം, രണ്ട് പാപഗ്രഹങ്ങളുടെ നടുവിലൊരു ഗ്രഹം നിന്ന് കഴിഞ്ഞാലും അതിനും ഒരു പാപകത്രി യോഗം പറയണം. ഒരുപാട് ബുദ്ധിമുട്ട് ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും പല പ്രാവശ്യം പല കഷ്ടത്തിലൂടെയായിരിക്കും ഓരോന്നും എക്സാമൊക്കെ എഴുതി വരേണ്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സഹിച്ചായിരിക്കും മുന്നോട്ട് വരുന്നതും. അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ജാതകങ്ങൾ ഇങ്ങനെ വരും. പക്ഷേ എനിക്ക് ആ ജാതകത്തിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തു പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഇതുപോലെ അതിന് തക്കവണ്ണമുള്ള ചില ഗ്രഹങ്ങളെ ഇതുപോലെ നോക്കിയിട്ട്, അതായത് ഞാനിത് ഇടാൻ എനിക്ക് മനസ്സിലായ കാര്യം എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പറ്റി ചോദിച്ചിരുന്നു. അത് മാത്രമല്ല, ലഗ്നത്തിനോട് ചൊവ്വ ബന്ധപ്പെടണമെങ്കിൽ ലഗ്നാധിപതിയോടും ചൊവ്വ ബന്ധപ്പെട്ടാൽ ഇന്നും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ ലഗ്നാധിപതിക്കും ചൊവ്വയുടെ കണക്ഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ചന്ദ്രനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വേറെ, ഇപ്പോൾ ഇത് കമൻസിനൊക്കെയുള്ള റിപ്ലൈ ആണ് ഞാൻ പറയുന്നത്. ഇതുപോലെ
കുറച്ച് ഗ്രഹങ്ങളെ വെച്ചൊക്കെ നിങ്ങൾക്ക് ജാതകത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അതേപോലെ ഞാൻ ഗവൺമെൻറ് ജോലിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. എന്നിട്ട് ഇത് വന്ന് വെറുതെ നോക്കിക്കോളൂ അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അത് മനസ്സിലാക്കണം. താങ്ക് യു.